എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതൊരൊറ്റ ഗ്ലാസ് കഴിച്ചാൽ മതി, നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറും. നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. റാഗി കൊണ്ടാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ എടുത്തിരിക്കുന്നത് റാഗി പൊടിയാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കുക. ഇതിപ്പം വറുത്ത റാഗി പൊടിയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാൻ. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റാഗി കൊണ്ട് നമ്മൾ ഇതിനു മുൻപും ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്, ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഞാനൊരു ചൂടുകട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോവും. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളോടാണ് കേട്ടോ അത് പറയുന്നത്. അവർക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ഇതിപ്പോൾ നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി കിട്ടണം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒന്നും കൂടി ഇത് ഡ്രൈ ആവും കേട്ടോ. നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ആ റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബദാമും ചേർത്ത് കൊടുക്കേണ്ടത്. ബദാം ഞാനിപ്പോൾ ഒരു 6 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവും പ്രത്യേകിച്ചൊന്നുമില്ല, കയ്യിലുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ കിട്ടും. പിന്നെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിന് 3/4 ബൗളോളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരു കളറൊക്കെ കിട്ടും കേട്ടോ ഈ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ തേങ്ങ, ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നാളികേരത്തിൻ്റെ പാലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാം. നാളികേരം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 2.5 സ്പൂൺ നാളികേരമാണ് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡേറ്റ്സിനും ക്യാരറ്റിനും ഒക്കെ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടാവും. ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുത്തത്. 2 സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം ചേർക്കണ്ടെങ്കിൽ അങ്ങനെയാവാം കേട്ടോ, മധുരം ചേർക്കാതെയും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് സമയമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിലാണ് അരച്ചെടുക്കണേ. ഇനി നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ വേണ്ടെങ്കിൽ പശുവിൻ പാലോ നാളികേരപ്പാലോ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനൊന്നും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്